Hello friends, welcome to another video. So ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് സെൻട്രൽ പിവറ്റ് റേഞ്ചിനെ കുറിച്ചാണ്, CPRനെ കുറിച്ചാണ്. ആക്ച്വലി ഇതെന്ന് പറയുന്നത് CPR മാസ്റ്റർ ക്ലാസ് എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ആണ്. ഈ പ്ലേലിസ്റ്റ് ഞാൻ CPRനെ കുറിച്ച് ഫ്രം സ്ക്രാച്ച് തൊട്ടിട്ട് അഡ്വാൻസ് ലെവൽസ് വരെയുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. ഈ പ്ലേലിസ്റ്റ് മൊത്തം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് CPR വെച്ചിട്ട് എങ്ങനെ ഇൻട്രാഡേ ട്രേഡ് എടുക്കാൻ പറ്റും, സ്വിംഗ് ട്രേഡ് എടുക്കാൻ പറ്റും എന്നുള്ളൊരു നല്ലൊരു ഐഡിയ കിട്ടും. സോ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് CPRനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻസും കാര്യങ്ങളൊക്കെയാണ്. സോ നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സെൻട്രൽ പിവറ്റ് റേഞ്ച് എന്താന്ന് പറഞ്ഞാൽ ഈ ഒരു 3 ലൈനിനെയാണ് നമ്മൾ സെൻട്രൽ പിവറ്റ് റേഞ്ച് എന്ന് പറയുക. ഈ മേലത്തെ പോയിന്റ് TC ടോപ്പ് സെൻട്രൽ പിവറ്റ്, താഴത്തെ പോയിന്റ് BC ബോട്ടം സെൻട്രൽ പിവറ്റ് ആൻഡ് സെൻട്രത്തെ ലൈൻ എന്ന് പറയുന്നത് പിവറ്റ് സെൻട്രൽ പിവറ്റ് പോയിന്റ്. ഈ ഒരു 3 പോയിന്റിന് ഈ ഒരു 3 ലൈനിനെയാണ് നമ്മൾ സെൻട്രൽ പിവറ്റ് റേഞ്ച് എന്ന് പറയുന്നത്. TC പിവറ്റ് ആൻഡ് BC. ഓക്കെ, സോ ഇതിന്റെ മേലത്തെ ലൈനിനെയാണ് നമ്മൾ R1 എന്ന് പറയുക റെസിസ്റ്റൻസ്, താഴത്തെ ലൈനിനെ നമ്മൾ S1 എന്ന് പറയും സപ്പോർട്ട്. ഓക്കെ, സോ ഇതാണ് സെൻട്രൽ പിവറ്റ് റേഞ്ച്. സോ ഈ ഒരു കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ചാർട്ടിൽ കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ ട്രേഡിംഗ് വ്യൂവിൽ സിപ്ലാൻ്റെ ചാർട്ട് ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ ഒരു ചാർട്ടിലേക്ക് CPR ആഡ് ചെയ്യണം. സോ അതിന് നിങ്ങൾ ഇൻഡിക്കേറ്റേഴ്സ് പോവുക, ഇൻഡിക്കേറ്റേഴ്സ് പോയിട്ട് CPR എന്ന് ടൈപ്പ് ചെയ്യുക. സോ കുറേ സെൻട്രൽ പിവറ്റ് റേഞ്ചിൻ്റെ ആ ഒരു ഇൻഡിക്കേറ്റേഴ്സ് വരും. സോ ഈ ഒരു വീഡിയോയിൽ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് CPR ബൈ KGS ഗോമതി ശങ്കർ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു CPR ആണ്. സോ ആക്ച്വലി ഈ ഒരു CPR എന്ന് പറയുന്നത് ഒരു യൂട്യൂബറിൻ്റെ CPR ആണ്. നിങ്ങൾക്ക് CPRനെ കുറിച്ച് നന്നായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഗോമതി ശങ്കർ അല്ലെങ്കിൽ പിന്നെ CPR ബൈ KGS എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് വീഡിയോ ഉണ്ട്. ആ ഒരു വീഡിയോയിൽ പോയി നോക്കാന്നുണ്ടെങ്കിൽ CPRനെ കുറിച്ച് നല്ല രീതിക്കുള്ളൊരു ഐഡിയ കിട്ടും. ഓക്കെ, സോ ഞാൻ ഈ ഒരു വീഡിയോയിൽ യൂസ് ചെയ്യാൻ പോകുന്നത് CPR ബൈ KGS എന്ന് പറഞ്ഞ ഈ ഒരു ഇൻഡിക്കേറ്ററാണ്. അപ്പോൾ ഞാനിവിടെ ഓപ്പൺ ചെയ്തു. അപ്പോൾ നമ്മൾ ആ ഒരു പിക്ചറിൽ കണ്ട CPR എന്ന് പറയുന്നത് ജസ്റ്റ് CPR സെൻട്രൽ പിവറ്റ് റേഞ്ചും R1 S1 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇതിൽ കുറേ ലൈൻസ് ഉണ്ട്. ആക്ച്വലി ഇത്രയും ലൈൻസ് നമുക്ക് ഇൻട്രാഡേ ചെയ്യാൻ ആവശ്യമില്ല. നമുക്ക് വേണ്ട ഏതൊക്കെ ലൈൻസാണ് വേണ്ടതെന്നുള്ളത് നമുക്ക് ഇവിടെ സെറ്റിംഗ്സിൽ പോയിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. സോ ഞാനിവിടെ സെറ്റിംഗ്സിൽ പോയിട്ട് ഈ ഒരു ഇൻപുട്സ് എന്നുള്ള ഈ ഒരു ഇത് എടുക്കാമെന്നുണ്ടെങ്കിൽ ഇതിലെല്ലാം ടിക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇത്തരം കാര്യങ്ങളൊന്നും ഇൻട്രാഡേ ചെയ്യാൻ ആവശ്യമില്ല. സോ ഞാനിതൊക്കെ അൺചെക്ക് ചെയ്യുകയാണ്. വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഞാനിവിടെ അൺചെക്ക് ചെയ്യുകയാണ്. സോ നമുക്ക് ടുമോറോ പിവറ്റ്സും വീക്ക്ലി മന്ത്ലി ഒന്നും ആവശ്യമില്ല. സോ ഞാനിതൊക്കെ ഇവിടെ അൺചെക്ക് ചെയ്തു. പിന്നെ അതിൽ തന്നെ പ്രീവിയസ് മന്ത് ഹൈയും വീക്കിൻ്റെ ഹൈയും ലോയും നമുക്ക് ഇവിടെ ഇൻട്രാഡേ ട്രേഡ് ചെയ്യാൻ ആവശ്യമില്ല. സോ അതൊക്കെ ഞാനിവിടെ അൺചെക്ക് ചെയ്തു. പിന്നെ ഡേ ഹൈ ആൻഡ് ലോ ആവശ്യമുണ്ട്, പക്ഷെ അത് ഇപ്പോൾ ഈ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ ഇതും ആവശ്യമില്ല. സോ ഇത് ഞാനിവിടെ അൺചെക്ക് ചെയ്യാണ്. സ്റ്റൈലിലേക്ക് വരിക. സ്റ്റൈലിലേക്ക് വന്നിട്ട് നിങ്ങൾക്ക് എത്ര റെസിസ്റ്റൻസ് വേണം, സപ്പോർട്ട് വേണം എന്നുള്ളത് ഇവിടെ ചെക്ക് ചെയ്യാം. സോ ഇതൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയതുകൊണ്ട് ഞാൻ റെസിസ്റ്റൻസ് 1ഉം സപ്പോർട്ട് 1ഉം മാത്രം ഇവിടെ ഓപ്പൺ ചെയ്യുന്നുള്ളൂ. ഓക്കെ, എന്നിട്ട് ഓക്കെ കൊടുത്തു. സോ ഇവിടെ ഇപ്പം നേരത്തെ നമ്മൾ ആ ഒരു പിക്ചറിൽ കണ്ട പോലെ തന്നെ സെൻട്രൽ പിവറ്റ് റേഞ്ചും ഉണ്ട്, R1 ഉണ്ട്, S1 ഉണ്ട്. ഓക്കെ, സോ ഇങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു CPR ഇവിടെ ഓപ്പൺ ചെയ്യേണ്ടത്. ഇനി ഞാൻ നിങ്ങൾക്ക് ഈ CPRൻ്റെ ഫോർമുലാസും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് സെൻട്രൽ പിവറ്റ് റേഞ്ചിൻ്റെ ഫോർമുല. TC കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണിത്, പിവറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല, BC കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഈ ഫോർമുല എന്തിനാണ് ഞാനിവിടെ ഇപ്പോൾ മെൻഷൻ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നിങ്ങൾ മേ ബി ഒരു സ്റ്റോക്ക് മോണിറ്ററോ അല്ലെങ്കിൽ പിന്നെ ഇൻട്രാഡേ മോണിറ്ററൊക്കെ എക്സൽ ഷീറ്റ് അല്ലെങ്കിൽ ഗൂഗിൾ ഷീറ്റിലൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോർമുലാസ് ഒക്കെ മേ ബി യൂസ്ഫുൾ ആവാം. സോ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ കൊടുക്കുന്നത്. ഇത് നിങ്ങൾക്ക് അറിയണമെന്നില്ല, ജസ്റ്റ് വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. നോട്ട് ചെയ്ത് വെക്കാന്നുണ്ടെങ്കിൽ മേ ബി ഇൻ ഫ്യൂച്ചർ നിങ്ങൾ എന്തെങ്കിലും സ്റ്റോക്ക് മോണിറ്ററോ ഇൻട്രാഡേ മോണിറ്ററോ എന്തെങ്കിലും എക്സലൊക്കെ യൂസ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോർമുലാസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് നെക്സ്റ്റ് ഡേ CPRൻ്റെ വിഡ്ത്തും കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. പിന്നെ നെക്സ്റ്റ് വീഡിയോയിൽ ഞാനും CPR വിഡ്ത്തും കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളത് പറയുന്നുണ്ട്. CPRൻ്റെ വിഡ്ത്ത് നാരോ ആണോ വൈഡ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട്. സോ ആ ഒരു വീഡിയോയിൽ ഞാനും കുറച്ചും കൂടെ ഇൻട്രാഡേ ചെയ്യാനുള്ള കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ടാവും. സോ അത്രയുള്ളൂ ഗായ്സ്, ഈ വീഡിയോയിൽ ഇത്ര കാര്യങ്ങൾ പറയുന്നുള്ളൂ. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.